നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബിപിയങ്ങാടി GMUP സ്കൂളിലെ പുതിയ കെട്ടിടം സ്കൂളിന് സമർപ്പിച്ചു. 1,30,00,000 രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. തിരൂർ ഗൾഫ് മാർക്കറ്റ് മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഗൾഫ് മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് GMAT സൗജന്യമായി നൽകുന്ന 2 ലക്ഷം രൂപയുടെ ഫയർ ഇൻഷുറൻസ് പരിരക്ഷാ പ്രഖ്യാപനം സംഗമത്തിൽ MLA നിർവഹിച്ചു. താനൂർ വാന നിരീക്ഷണ കേന്ദ്രത്തിന്റെ അവസാനഘട്ട പ്രവർത്തികൾ മന്ത്രി V. അബ്ദുറഹിമാൻ നേരിട്ടെത്തി വിലയിരുത്തി. കേരളത്തിലെ ഏറ്റവും വലിയ വാന നിരീക്ഷണ കേന്ദ്രമാണ് താനൂരിൽ ഒരുങ്ങുന്നത്. വാക്കാട് AMLP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി വിതരണം സംഘടിപ്പിച്ചു. 1 മുതൽ 14 വരെയുള്ള വാർഡുകളിലുള്ളവർക്കാണ് മുട്ടക്കോഴി വിതരണം ചെയ്തത്. കൂട്ടായി റഹ്മത്ത് മഹല്ല് പ്രവാസി കൂട്ടായ്മയുടെ റമദാൻ റിലീഫ് കിറ്റ് വിതരണം നടത്തി. മഹല്ല് പരിധിയിലുള്ള 500ഓളം കുടുംബങ്ങൾക്ക് ജാതിമത ഭേദമന്യേ കിറ്റുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. ബിപിയങ്ങാടി GMUP സ്കൂൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി. ഉദ്ഘാടനം സംസ്ഥാന വിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ ഗ്രാമങ്ങളിലെ കുട്ടികൾക്കും ലഭ്യമാക്കുക എന്നതാണ് നാം വിഭാവനം ചെയ്യുന്നത്. കേവല പാഠപുസ്തക പഠനത്തിനപ്പുറം കുട്ടികളുടെ സംഘവാസനകൾ വളർത്തുവാൻ ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. അധ്യാപകരും രക്ഷിതാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു വിദ്യാലയത്തിന് വലിയ മാറ്റങ്ങൾ കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ നാടിന്റെ ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികൾ ഈ പുതിയ അക്കാദമികൾക്ക് ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഏറെ അഭിമാനത്തോടുകൂടി വിദ്യാലയം ഞാൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാതിരിക്കുന്നു. ചടങ്ങിൽ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു സന്തോഷത്തിന്റെ ദിനമാണ്. നമ്മുടെ ധാരാളം പരിമിതികളുണ്ട് എങ്കിലും GMUPSന്റെ ബിപിയങ്ങാടിയിലെ ഈ വിദ്യാലയത്തിന് കിഫ്ബി അനുവദിച്ചു തന്ന 1,35,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ആധുനിക രീതിയിലുള്ള ഒരു കെട്ടിടം പണി കഴിഞ്ഞ് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV. ഷർബീന, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KP. ആസിഫ, ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബാനുമോൾ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV. രതീഷ്, തലക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KM. രാകേഷ്, T. ഖാലിദ്, നസറുൽ ഇസ്ലാം, N. രവി, ഹാജറ ഇബ്രാഹിം, MM. മുസ്നിദ, P. സഫിയ, K. റാഹില, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ സുശീൽ കുമാർ, PTA പ്രസിഡന്റ് അഷ്റഫ് പനയിൽ, സ്റ്റാഫ് സെക്രട്ടറി സരിത, സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു എന്നിവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണം നിർവഹിച്ച തയ്യുട്ടി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ സാരഥികൾക്കുള്ള ഉപഹാരം MLA ചടങ്ങിൽ നൽകി. വിദ്യാലയത്തിന്റെ 136ാം വാർഷികാഘോഷത്തിന്റെ ലോഗോ പ്രകാശനം MLA സ്കൂൾ ലീഡർക്ക് നൽകി നിർവഹിച്ചു. ലോഗോ നിർമ്മിച്ച സ്കൂളിലെ ചിത്രകലാ അധ്യാപിക TC. സ്മിതക്ക് വിദ്യാലയത്തിന്റെ ഉപഹാരം MLA ചടങ്ങിൽ വെച്ച് നൽകി ആദരിച്ചു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിവിധ കാലങ്ങളിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച PTA പ്രസിഡന്റുമാരായ അഷ്റഫ് പനക്കൽ, അഷ്റഫ് ബാബു എന്നിവരെ ചടങ്ങിൽ പൊന്നാട അണിയിച്ച് ആദരിച്ചു.
പരിപാടിക്ക് വി ഫിറോസ്, സി ഖാലിദ്, മുഹമ്മദ് സുഹൈബ്, ശ്രീകുമാർ, KP രാഗേഷ്, നിഷമോൾ, ശാലിനി, ഷീന, ഗീത എന്നിവർ നേതൃത്വം നൽകി. സ്വാഗത സംഘം ചെയർമാനും തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ VP മുബാറക് സ്വാഗതവും ഹെഡ്മാസ്റ്റർ P സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. 1,30 ലക്ഷം രൂപ ചെലവഴിച്ച് 6 മുറികളോട് കൂടിയ കെട്ടിടമാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത് വിദ്യാലയത്തിന് സമർപ്പിച്ചത്. വെട്ട ന്യൂസ് തലക്കാട്. തിരൂർ ഗൾഫ് മാർക്കറ്റ് മർച്ചന്റ് വെൽഫെയർ അസോസിയേഷൻ സൗഹൃദ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. MLA കുറുക്കോളി മൊയ്തീൻ മുഖ്യ പ്രഭാഷണം നടത്തി. മാർക്കറ്റിലെ ജീവനക്കാരും കയറ്റിറക്ക് തൊഴിലാളികളും തെരുവ് കച്ചവടക്കാരും പോലീസ്, ഫയർഫോഴ്സ്, തഹസിൽദാർ, റെയിൽവേ, നഗരസഭാ ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക വ്യാപാരി നേതാക്കളും ഇഫ്താറിൽ സംബന്ധിച്ചു. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ദുസ്വഭാവങ്ങൾ, ദുശ്ശീലങ്ങളെ ഒഴിവാക്കി നന്മയെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സന്ദർഭമാണിത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ നോമ്പ് മുസ്ലിങ്ങളുടേതാണ്, മുസ്ലിങ്ങളുടെ ഒരു ആരാധന കർമ്മമാണ്. എന്നാൽ ഇന്ന് സഹോദരന്മാർ ഈ നോമ്പിൻ്റെ ഒരു പ്രാധാന്യം കണ്ട്, നോമ്പിൻ്റെ വിശ്വാസപരമായ പ്രാധാന്യമല്ലെങ്കിലും ആരോഗ്യശാസ്ത്രജ്ഞന്മാരുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് നോമ്പെടുക്കുന്ന ധാരാളം ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനോട് ഐക്യപ്പെട്ട് എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇഫ്താറുകളും നാം എല്ലാവരും കൂടി വളരെ ആഘോഷപൂർവ്വമാണ് നടത്തിയത്. തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, ജില്ലാ പഞ്ചായത്ത് അംഗം വെട്ടം ആലിക്കോയ, സബ് കളക്ടർ ദിലീപ് K കൈരിക്കര, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, ഗഫൂർ പില്ലിലീസ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഗൾഫ് മാർക്കറ്റിലെ കച്ചവടക്കാർക്ക് GMAT സൗജന്യമായി നൽകുന്ന 2 ലക്ഷം രൂപയുടെ ഫയർ ഇൻഷുറൻസ് പരിരക്ഷാ പ്രഖ്യാപനം MLA നിർവഹിച്ചു. GMAT ജനറൽ സെക്രട്ടറി M സൈദലവി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ GMAT പ്രസിഡന്റ് അബ്ദുറഹിമാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, വർക്കിംഗ് സെക്രട്ടറി നാസർ വെട്ടം, മറ്റു ഭാരവാഹികളായ ഷാജി നൈസ്, അലി ജപ്പാൻ സ്ക്വയർ, ഖാദർ നൈസ്, കുഞ്ഞാറു, ഇസ്മായിൽ, ഷഹൂദ്, അഷ്റഫ്, സമദ്, ഷഹീർ എന്നിവരും മറ്റു സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരും സംബന്ധിച്ചു. വെട്ട ന്യൂസ് തിരൂർ. കേരളത്തിലെ ഏറ്റവും വലിയ വാനനിരീക്ഷണ കേന്ദ്രമായ താന്നൂർ ഫിഷറീസ് ഹൈസ്കൂളിൽ സ്ഥാപിക്കുന്ന വാനനിരീക്ഷണ കേന്ദ്രത്തിന്റെയും അതിനോടനുബന്ധിച്ച ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെയും അവസാനഘട്ട പ്രവർത്തികൾ കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ നേരിട്ടെത്തി വിലയിരുത്തി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 260 കോടി രൂപ ചെലവഴിച്ചാണ് പ്ലാനറ്റോറിയം ഒരുങ്ങുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം, അതിനു കീഴിലെ ബാംഗ്ലൂർ വിശ്വേശ്വര ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയവും കോഴിക്കോട് പ്ലാനറ്റോറിയവും സംയുക്തമായാണ് വാനനിരീക്ഷണ കേന്ദ്രവും ജ്യോതിശാസ്ത്ര പഠന കേന്ദ്രവും വികസിപ്പിച്ചെടുത്തത്. വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും മാത്രമല്ല ഗവേഷണ താൽപര്യർക്കും ഉപയുക്തമാകുന്ന രീതിയിലാണ് വാനനിരീക്ഷണ കേന്ദ്രവും അനുബന്ധ സംവിധാനങ്ങളും തയ്യാറാക്കിയത്. പൊതുജനങ്ങൾക്കായി നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 6 മീറ്റർ വ്യാസമുള്ള ഡോമോടുകൂടിയ വാനനിരീക്ഷണ കേന്ദ്രമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. 14 ഇഞ്ച് അപ്പർച്ചറുള്ള അത്യാധുനിക വിദേശ നിർമ്മിത ടെലിസ്കോപ്പാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം. ഇതുകൂടാതെ 12 ഇഞ്ച് ടെലിസ്കോപ്പും റിഫ്രാക്റ്റീവ് റെസ്കോപ്പും നിരീക്ഷണത്തിനും സമുദ്ര നിരീക്ഷണത്തിനും സഹായകരമായ ബൈനോക്കുലറുകളും വാനനിരീക്ഷണ കേന്ദ്രത്തിലുണ്ട്. വെട്ടം ന്യൂസ് താനൂർ. വാക്കാട് AMLP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വാക്കാട് AMLP സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. ഈ ഉച്ചവെയിലിൽ നിങ്ങൾക്കൊരു തണൽ കിട്ടി എന്നുള്ളത് ഒരു സന്തോഷമാണ്. ഒരു വലിയ ആൽമരം മുറ്റത്തുണ്ടായതുകൊണ്ട് അത് വിരിച്ച തണലിലാണ് നിങ്ങളുള്ളത്. ഞങ്ങൾക്കും ചെറിയ തണലുണ്ട്. എന്നാൽ ഈ കുട്ടികൾക്ക് നല്ലൊരു തണൽ വേണം. അതിനുവേണ്ടി നമ്മുടെ ഈ ഓടിട്ട കെട്ടിടമൊക്കെ മാറി നല്ലൊരു ബിൽഡിംഗ് ആവശ്യമാണ് എന്ന് എങ്ങനെയായിരുന്നാലും സിംഗിൾ മാനേജ്മെന്റായി മാറിയപ്പോൾ പ്രിയനായ സുഹൃത്ത് അഷ്കർ അതിനുവേണ്ടി തീരുമാനമെടുക്കുകയും
അങ്ങനെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം നിങ്ങളുടെയൊക്കെ അനുവാദത്തോടു കൂടി നിർവഹിച്ച വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുക കൂടി ചെയ്യുകയാണ്. വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് VP സക്കീന അധ്യക്ഷത വഹിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും MLAക്ക് നിവേദനം നൽകി. ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. 4ാം ക്ലാസ്സൊക്കെ കഴിയാറായി. ഇനി UP സ്കൂളുകളിലേക്ക് പോകണം. ഇനി 3-4 കിലോമീറ്റർ അപ്പുറത്താണ് UP സ്കൂളുകൾ ഉള്ളത്. അതിനാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവിടെ UP സ്കൂൾ വെച്ചാൽ ഞങ്ങൾക്ക് എളുപ്പമാകും. അതുപോലെ ഞങ്ങളുടെ സ്കൂളിൽ ചുറ്റുമതിൽ വേണം. ഞങ്ങളുടെ കൃഷിയും പൂന്തോട്ടങ്ങളെല്ലാം നശിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ ഞങ്ങളുടെ ക്ലാസ് മുറികളും നശിച്ചു കൊണ്ടിരിക്കുന്നു. VP നുസൈബാനു, മുരളീധരൻ മാസ്റ്റർ, ഷീബ ബാബു, രാജൻ, C അഷ്കർ, P ബഷീർ, ബാപ്പു പട്ടത്ത്, MK ഇസ്മായിൽ, K പ്രമോദ്, K അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. വെട്ട ന്യൂസ് പറവണ്ണ. തിരൂർ നഗരസഭ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുട്ടക്കോഴി വിതരണം സംഘടിപ്പിച്ചു. 1 മുതൽ 14 വരെയുള്ള വാർഡുകളിലുള്ളവർക്കാണ് മുട്ടക്കോഴി വിതരണം ചെയ്തത്. തിരൂർ വെറ്റിനറി പോളിടെക്നിക്കിൽ മുട്ടക്കോഴി വിതരണം നഗരസഭാ അധ്യക്ഷൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർമാരായ ബാബു, അൻവർ, സൈബുന്നിസ, വിജിത, അന്നത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ട ന്യൂസ് തിരൂർ. കൂട്ടായി റഹ്മത്ത് മഹല്ല് പ്രവാസി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ റമദാൻ റിലീഫ് കിറ്റ് വിതരണം ചെയ്തു. റഹ്മത്ത് മഹല്ല് ഖത്തീബ് സലീം നിസാമി ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി മഹല്ല് പരിധിയിലുള്ള 500ഓളം കുടുംബങ്ങൾക്ക് ജാതിമത ഭേദമന്യേ കിറ്റുകൾ വിതരണം ചെയ്തു. 9 വർഷത്തോളം തുടർച്ചയായി കൂട്ടായ്മ കിറ്റ് വിതരണം നടത്തുന്നു. മാർച്ച് 6 വെള്ളിയാഴ്ച ജുമാ നമസ്കാര ശേഷം മദ്രസയിൽ സംഘടിപ്പിച്ച കിറ്റ് വിതരണം റഹ്മത്ത് മഹല്ല് ഖത്തീബ് സലീം നിസാമി ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ കിറ്റ് ഖത്തീബ് സലീം നിസാമി കാട്ടിത്തിരുത്തി അർമുഖന് കൈമാറി. കൂട്ടായി റഹ്മത്ത് മഹല്ല് പ്രവാസി കൂട്ടായ്മ പള്ളിയിലേക്ക് ആവശ്യമായ ഫാനും കസേരയും വിതരണം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നിഷാഖ് കല്യാപ്പുറത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റഹ്മത്ത് മഹല്ല് പ്രസിഡന്റ് AP മുഹമ്മദ് റാഫി സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി ഇബ്രാഹിം കുട്ടി, മീലാദ് ചെയർമാൻ മുജീബ് കല്യാപ്പുറത്ത്, മദ്രസ മാനേജ്മെന്റ് സെക്രട്ടറി അഷ്റഫ് TV, ദേശമിത്രം പാലിയേറ്റീവ് സെക്രട്ടറി അലി, ഓൾഡ് സ്റ്റുഡൻസ് സെക്രട്ടറി സഹദ് P, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ സുലൈമാൻ കുട്ടി KK നന്ദി അറിയിച്ചു. റഹ്മത്ത് മദ്രസ മുഅല്ലിം ഫായിസ് ബാക്കവി നടത്തിയ പ്രാർത്ഥനയോടെ പരിപാടി സമാപിച്ചു. വെട്ടം ന്യൂസ് കൂട്ടായി. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.